എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഞങ്ങളോട് സ്നേഹത്തോട് പറയാം, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും യേശു ഉണ്ടെങ്കിൽ പറ അത് മതി. ഇന്ന് നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് യേശുവേ, അങ്ങേ കാണാനൊരു കൃപ, അങ്ങയുടെ ശബ്ദം കേൾപ്പാനൊരു കൃപ, അങ്ങയുടെ അടുത്തിരിപ്പാനൊരു കൃപ, അങ്ങയുടെ കൂടെ നടപ്പാനൊരു കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹത്തോടെ ഇന്ന് രാത്രികാലം നിങ്ങൾ ഇപ്പോൾ സ്ഥിരമാനമായിട്ട് ചെയ്യുന്നത് പോലെ രാത്രി 10 മുതൽ 11 മണി വരെ ഗ്ലോബൽ പ്രയർ ടൈമിൽ നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അനേക ദൈവമക്കൾ പല ഭാഗത്തിൽ നിന്ന് നമ്മൾ നമുക്ക് ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ, ടി വിയിലൊന്നും കാണാനൊക്കത്തില്ല, വാതിലടച്ച് നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ഒരു മനപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുഴങ്കാലിൽ നിന്ന് ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് വിഷയത്തിനും അഭിഷേകത്തിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നിങ്ങളുടെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ വല്ലഭത്വം. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് പുതുതായിട്ട് കടന്ന വ്യക്തി ജീവിതങ്ങൾ അവരെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ദൈവം അത്ഭുതമായിട്ട് ചെയ്യും. അതുപോലെ എല്ലാം ചോദിച്ച വിഷയങ്ങൾ, ആത്മാവ് വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിലായിരിക്കുന്നു, ഇന്ന് വരെ ഒരു അഭിഷേകം കിട്ടിയിട്ടില്ല, ഇന്ന് വരെ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ബ്രദറെ, പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ കൊതിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ നമ്പർ കുറിച്ചിടാം. നിങ്ങളോട് പറഞ്ഞാൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഒറ്റ ലക്ഷ്യം ഇതില്ല, ചിലതിനെ തീയിന്നും വെള്ളത്തിനും വലുത്, ചിലതിനെ ദൈവകൃപയിൽ നിർത്തണം, ചിലതിനെ അഭിഷേകത്തിൻ്റെ ശക്തി നിറയണം. അത് എൻ്റെ മേൽ ദൈവം തന്ന ഒരു ആലോചന. അത് ഞാൻ ഈ നാളിൽ പറഞ്ഞു കേൾക്കേണ്ടി ആത്മാർത്ഥ മണിക്കൂറുകളോളം പലപ്പോഴും ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 45 മിനിറ്റ് 1 മണിക്കൂറൊക്കെ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥന ദൈവം തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഹങ്കാരങ്ങളില്ലാതെ, നികളങ്ങളില്ലാതെ, മറ്റുള്ളവൻ്റെ വളർച്ചയിൽ സന്തോഷിപ്പാൻ കഴിവുണ്ടെങ്കിൽ ദൈവം ഈ നാളുകളിൽ ഓരോ വ്യക്തികളും നിങ്ങളുടെ കരുത്തിലെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവിന് അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, സകല ജഡത്തിന്മേലും. എന്നിട്ട് കുറച്ച് പേരുടെ നാളുകളിൽ അഭിഷേകം ചെയ്യാൻ പോകട്ടോ ഉണ്ട്. ശ്രദ്ധിക്കുക, ഈ നാളുകൾ ആത്മാവിൽ നിറഞ്ഞാട്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രം തൃപ്തിയായിരിക്കല്ലേ, സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം തൃപ്തിയായിരിക്കല്ലേ, അഭിഷേകം പ്രാപിച്ചുകൊണ്ട് മാത്രം തൃപ്തിയായി. കൃപയിൽ നിൽക്കണം, കൃപയിൽ വളരണം, കൃപയിൽ സംസാരിക്കണം, കൃപയിൽ ശുശ്രൂഷ, എല്ലാം കൃപ കൃപ കൃപ. മോശ മുഖാന്തരം ന്യായപ്രമാണം യേശുക്രിസ്തു വന്ന കൃപമേൽ കൃപ നമുക്ക് ലഭിച്ചു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ നമ്മുടെ ഇടയിൽ. ആ യേശു എൻ്റെ നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, കർത്താവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ആ കൃപയിൽ നമ്മൾ നിറയും. ആ കൃപയിൽ നിന്നിട്ട് കൃപയിൽ വേണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ, കാന്ത എടുക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരുമ്പോൾ നമ്മൾ നാം ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് വരെ വിശുദ്ധിയോടെ ഞാൻ ജീവിക്കണമേ. ഈ കൃപയിൽ നിൽക്കണം. കൃപ വീണുപോയി ആരെങ്കിലും കൃപയിൽ നിന്ന് വ്യതിചലിക്കുന്ന കാണുമ്പം ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കണം. മറ്റൊരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കുവാനല്ല, ആ വീഴ്ചയ്ക്ക് പോകുന്നതിന് കർത്താവെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുക. നല്ല മനസ്സോട് പ്രാർത്ഥിക്കുക. നല്ല മനസ്സ്, കർത്താവെ ഒരു കുഞ്ഞു പോലും കൃപയിൽ നിന്ന് വീണുപോയി, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്നെ ദൈവം മാനിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ നമ്മുടെ നല്ല ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കൊന്ന് വരട്ടെ. ആ ക്രിസ്തുവിൻ്റെ ആ ഏകാഗ്രത നമ്മുടെ ജീവിതത്തിൽ വരുമ്പം അതിന് മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ആ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന നമ്മുടെ ജഡത്തിലെ അനേക വിഷയങ്ങളാണ്, നമ്മുടെ മനോവികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, ആരൊക്കെയോ പറഞ്ഞ് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടിട്ടിരിക്കുന്ന അനേക വിഷയങ്ങളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് തടസ്സം. പകൽക്കാലം പറ, കർത്താവെ മുറ്റുമായിട്ട് എന്നെ ഒന്ന് കഴുകണമേ, യേശുവിൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും എന്നെ കഴുകി ഒന്ന് ശുദ്ധിയിടും. എൻ്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നല്ല പാത്രത്തിലേക്ക് ദൈവം എന്ത് ചെയ്യും? തൻ്റെ പരിശുദ്ധാത്മനെ കൊണ്ട് നിറയ്ക്കും. അഭിഷേകത്തിൻ്റെ ശക്തി അത് അഭിഷേകം കവിഞ്ഞൊഴുകും. അതുകൊണ്ട് അത് വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നവ ജീവജലത്തിൻ്റെ നദി ഒഴുകും. ജീവജലത്തിൻ്റെ നദി ഒഴുകണമെങ്കിൽ എപ്പോഴാ ഇത് നിറയണ്ടേ? ഇത് നിറയുവാനായിട്ട് നാം ഒഴിഞ്ഞ പാത്രമാണ്. ആത്മാവിൽ ദരിദ്രയുള്ള ഭാഗ്യമാണ്. നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യത്തിലേക്ക് നിൽക്കണം. നമ്മളെല്ലാം അറിയാം, ഒത്തിരി വചനം എനിക്കറിയാം. അങ്ങനെ ഒരു അറിവിൻ്റെ നിറവിലേക്ക് നിന്നാൽ ദൈവത്തിന് പകരാനൊക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ശൂന്യമായിട്ട് ഒരു കഴുതയെപ്പോലെ കർത്താവ് ഒന്നുമില്ല അപ്പാ എന്ന് പറഞ്ഞ് ദൈവസൻ നിൽക്കുമെങ്കിൽ ദൈവം നാളെ നിറയ്ക്കും. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ പ്രിയമുള്ളവരെ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. നിങ്ങളുടെ മേലൊരു ദൈവശക്തി വരെ ഇന്ന് ആരൊക്കെ ഇത് ശ്രമിച്ചു അവരുടെ മേൽ നിങ്ങൾ തുടർമാനമായിട്ട് ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധൻ്റെ അഗ്നി ഇറങ്ങാൻ പോകുക. അത് ഇന്ന് രാത്രി 10 മണിക്കുള്ള പ്രാർത്ഥനയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് രുചിച്ചറിയാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ഒരു സ്തുതിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുവോളം ദൈവകൃപയും ദൈവം നിങ്ങളെ മൂടി മറയ്ക്കട്ടെ. എല്ലാം യേശുവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.